ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അത് മൊത്തം പറയാം. നമ്മൾ ജനിക്കുന്നതും നമ്മൾ മരണപ്പെടുന്നതും തീരുമാനിക്കുന്നതാണ്, അല്ലാതെ സ്ത്രീകളല്ല. മനസ്സിലായില്ലേ? എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വന്ന് കാണേണ്ട സിനിമയാണ്, സ്ത്രീകളും കാണും. ഇഷ്ടപ്പെട്ടു. എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വന്ന് കാണേണ്ട സിനിമയാണ്, സ്ത്രീകളും കാണണം. വളരെ നല്ല സിനിമയാണ്. ആസിഫിലേക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ആസിഫിക്കയുടെ മറ്റേ ഡയറക്ഷൻ സൂപ്പറായിരുന്നു, സ്ക്രിപ്റ്റിംഗ് എല്ലാം കൊള്ളായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയും ഇത് ആണുങ്ങൾക്കുള്ള പടം എന്നൊക്കെ പറയും, പക്ഷേ ആണുങ്ങൾക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് മനസ്സിലാകുന്നതാണ്. കാര്യം എല്ലാവരുടെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യമാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ചില ആണുങ്ങൾ അത് തന്നെ സാധാരണക്കാരൻ്റെ പടമാണ്. സാധാരണക്കാരൻ്റെ പടമാണ് അത്. ചില ആണുങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ കുടുംബത്തിലെ ഫാമിലിയുടെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പം മരണപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഈ സിനിമ നമുക്കത് അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ നമുക്കൊരു മാറ്റം വരുത്തി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മരണവും ജനനവും തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ഈശ്വരനാണ്. നമ്മൾ ജനിക്കുന്നതും നമ്മൾ മരണപ്പെടുന്നതും തീരുമാനിക്കുന്നതാണ്, അല്ലാതെ സ്ത്രീകളല്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സ്ത്രീകളത് മനസ്സിലാക്കി. ചിലപ്പോൾ ചില നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ ജാസി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനെ അറിയാവോ? ഈ ആണുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ അറിയാമല്ലോ. അതേപോലെ സ്ത്രീകൾക്കും ഉണ്ട്, സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഈ കേരളത്തിലല്ല, എല്ലാ സ്ഥലത്തും ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ സിനിമയിലും അത് എടുത്തു വെച്ച് തന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ കുറ്റം പറയാനും പറ്റില്ല, ആണുങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് ആവശ്യമില്ല, പെണ്ണ് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇൻഫോസിസാണ്, കുളത്തൂരാണ്. ഞാൻ കുളത്തൂരുകാരനാണ്. അവിടെ ഞാൻ എന്നും കാണുന്നതാണ് പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കും. ഫ്രണ്ട് ചെയ്യുന്നതാണ് സിഗരറ്റ് വലിക്കുന്നത്. പോലീസിനൊരു പരാതിയില്ല. ബാറിൽ കയറി ഒരു ബഗ് 150 രൂപയാണ് ഒരു ബഗ് അടിക്കുന്നത്. ഞാൻ കാണുന്നതാണ്. ഞാനും ബാറിൽ കയറും. ഞാൻ അടിക്കുന്നത് മാംഗോ ചില്ലി അറിയാമല്ലേ? ഇപ്പം ജവാനും കൂടെ ആയിട്ടുണ്ട്, കാര്യം പിടുത്തമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ കുടിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ലൈൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ലാഗ് വരാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇത് ലാഗായിട്ടൊന്നും തോന്നിയില്ല. കാര്യം ആസിഫിക്കയുടെ അടിപൊളിയായിട്ടാണ്. കാര്യം ആസിഫിക്ക ആ കോടതിയിലുള്ള ആ രംഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. കാര്യം ഓരോ വാക്കുകളും എടുത്ത് പറയുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അസീസ് പുള്ളി നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ പടം കാണാൻ വലിയ ആളില്ലായിരുന്നു, പക്ഷേ ഇനിയും നല്ല ആൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു പടം. ഫസ്റ്റ് ഹാഫ് ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇന്നലത്തെ 200 പോയെങ്കിൽ എന്ത്, ഇന്നത്തെ 150 എനിക്ക് ലാഭമായി. പിന്നെ ശരിയേട്ടാ. പിന്നെ നിർമ്മിച്ചിരിക്കുന്ന രീതി കൊണ്ടെല്ലാം വളരെ നന്നായിട്ടുള്ള സിനിമയാണ്. വേണമെങ്കിൽ ഇതൊരു പുരുഷപക്ഷ സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ത്രീപക്ഷ സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു പുരുഷപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ 498 അതിൻ്റെ ഒരു മിസ്യൂസ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് നടക്കുന്നതാണ്. വെറുതെ പുരുഷന് എതിരെ ഒരുപാട് കേസുകൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിൽ കേസ് കൊടുക്കും. എന്നിട്ട് അവസാനം പിന്നീട് അത് വാദപ്രതിവാദം കഴിയുമ്പോഴായിരിക്കും ഇത് ആർക്കും സ്ത്രീകൾക്ക് വെറുതെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു നിയമമായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഫെമിനിസ്റ്റൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടില്ല. കാരണം എല്ലാ പുരുഷന്മാരും നല്ലവരെന്നും എല്ലാ സ്ത്രീകളും നല്ലവരെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും പെൺമക്കളും ആൺമക്കളും ഉള്ള എല്ലാ അച്ഛനമ്മമാരും വന്ന് കാണണം. കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും വന്ന് കാണണം. സിനിമ വളരെ ഭംഗിയായിരുന്നു. എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ വളരെ ഏറ്റവും വലിയ കാര്യം നന്നായി സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയുണ്ട്, നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ എല്ലാവരും തമാശ ഉണ്ട്, ഒരുപാട് തമാശയുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു മദ്യത്തിൻ്റെ സീനുകളൊക്കെ കുറച്ച് അധികമായി പോയി. എന്ന് പറയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മദ്യപിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അല്ലാതെ സിനിമയുടെ കഥയും തിരക്കഥയും എല്ലാം വളരെ നല്ലൊരു സിനിമയാണ്. ആസിഫ് അലി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ നടിമാരായാലും എല്ലാവരും വന്ന് ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട ഒരു നല്ലൊരു സിനിമയാണെന്ന് പറയാം. ഒരു പുരുഷപക്ഷ സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പിന്നെ ഫാമിലി കോർട്ടിലൊക്കെ ഒരുപാട് കയറി ഇറങ്ങി നടക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ നന്നായിട്ട് ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ കുടുംബ കോടതിയിൽ നടക്കുന്ന ഓരോരുത്തരുടെ